27 വർഷങ്ങൾക്ക് ശേഷം സമ്മർ ഇൻ ബെത്ലഹേം റീ റിലീസിന് ഒരുങ്ങുകയാണ്. നിവ്യയുടെ ക്യാരക്ടർ എന്നെ പെട്ടെന്ന് ആൾക്കാർക്ക് ഇപ്പോൾ തിരിച്ചറിയണമെങ്കിൽ സുരേഷ് ഗോപിയുടെ അടുത്ത് അവൾ പറയുന്നത് വി ഹേറ്റ് യു എന്ന് പറയുന്ന ആ കുട്ടിയാണ്. എന്നെ സിനിമ ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാറാണ് കമലതലം എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. ഇന്നത് കാണുമ്പോൾ അതിനേക്കാളും വലിയ മക്കളുള്ള ആളാണ്. പിന്നെ ഷൂട്ടിൻ്റെ ഇടയ്ക്കാണ് എഴുതി വന്ന് ഷൂട്ടിൻ്റെ ഒരു പകുതിക്ക് വെച്ചിട്ട് ഷൂട്ടിങ്ങും എഴുത്തും ഒക്കെ ഒരേ സമയത്തായിരുന്നു. എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ചെയ്ത ഇത്രയും സിനിമകളിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത സിനിമയാണ്. ഇവർക്കൊക്കെ കൂടെ ഞാൻ ഒരു ചാക്ക് ഡ്രസ്സാണ് മേടിച്ചത്. അത് ഞാൻ ഏത് കോളേജിൽ പോയാലും പ്രത്യേകിച്ച് വിമൻസ് കോളേജിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ ചോദ്യം പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നാണ്, ആ പൂച്ചയെ അയച്ചത് ആരാണ്. കാരണം ലാൽ അത്രമാത്രം മൊത്തം ആ സിനിമയെ അങ്ങോട്ട് അതുവരെ വന്ന സിനിമയെ ഒറ്റ സീൻ കൊണ്ട് ലാൽ അങ്ങോട്ട് ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ തൂക്കി എന്നൊക്കെ പറയുന്നത്. ഇന്നത്തെ ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ റീബാസ്റ്ററിൻ്റെ ഫൈനൽ വേർഷൻ കണ്ടത്. അന്നത്തെ ക്വാളിറ്റിയുടെ മോഡൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ അന്ന് ആ ഷൂട്ടിംഗ് സമയത്ത് അദ്ദേഹം കൊടുത്ത കളർ സാച്ചുറേഷനൊക്കെ ഇന്ന് അതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ ടെക്നിക്കൽ സാധ്യതകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന് വീണ്ടും എൻഹാൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ അന്ന് ആ ക്വാളിറ്റിയിൽ ആ പിക്ചറൈസ് ചെയ്തത് കൊണ്ടാണ് ഇന്ന് നമുക്കതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നത്. 27 വർഷങ്ങൾക്ക് ശേഷം സമ്മർ ഇൻ ബെത്ലഹേം റീ റിലീസിന് ഒരുങ്ങുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. വെൽക്കം ഓൾ. സാറിനോട് ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, സമ്മർ ഇൻ ബെത്ലഹേം എന്നുള്ളൊരു പേരിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? അത് ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കാണ് ആ പേരുണ്ടായത്. ഷൂട്ട് തുടങ്ങുമ്പോഴത്തേക്കും പേരൊന്നും ഇട്ടിരുന്നില്ല. ഞാനിത് തമിഴിൽ ചെയ്യാൻ തുടങ്ങിയ സിനിമയാണ്. തമിഴ് ഷൂട്ട് ചെയ്തു, ഒരു പാട്ടൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. ആ സമയത്ത് ആ സിനിമയ്ക്ക് പേരിട്ടിരുന്നത് നൻപ എന്നാണ്. നൻപ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ. രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ്. ഈ ജയറാം ചെയ്തും സുരേഷ് ഗോപി ചെയ്തുമായിട്ട് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ആ പേരിട്ടത്. പിന്നീട് അത് തമിഴിലെ പ്രോജക്റ്റ് മലയാളത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ആ പേര് നമ്മൾ പിന്നെ മലയാളത്തിൽ തുടരാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് പിന്നെ ഷൂട്ടിൻ്റെ ഇടയ്ക്കാണ് എഴുതി വന്ന് ഷൂട്ടിൻ്റെ ഒരു പകുതിക്ക് വെച്ചിട്ട് ഷൂട്ടിങ്ങും എഴുത്തും ഒക്കെ ഒരേ സമയത്തായിരുന്നു. ശരിക്കും ബെത്ലഹേം പോലൊരു സ്ഥലം ആയതുകൊണ്ടാണോ അങ്ങനെ ഒരു പേര് വന്നത്? ഈ സിനിമ അവരുടെ ഈ എസ്റ്റേറ്റിന് ബെത്ലഹേം എസ്റ്റേറ്റ് എന്നുള്ള പേര് സ്ക്രിപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ ഇവരെല്ലാം കൂടി ഈ കുട്ടികളെല്ലാം കൂടി അവിടെ വരുന്നതോടുകൂടി ഒരു വെക്കേഷൻ മൂഡായി കഴിഞ്ഞു. അതാണ് സമ്മർ വെക്കേഷൻ അവിടേക്ക് വരുന്ന ഒരു ഫാമിലിക്ക് എന്താണ് കസിൻസിൻ്റെയൊക്കെ ഒരു ഗെറ്റ് ടുഗദർ എന്ന മൂഡിലേക്ക് നമ്മളവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വൈബ് നമ്മളിലേക്ക് എത്തുന്നത്. കാരണം എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്യുന്ന വെക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ആ പേരിലേക്ക് എത്തിയത്. രഞ്ജിത്താണ് ആ പേരിട്ടത്. പക്ഷെ അത് ഈ സിനിമയ്ക്ക് ഇടാവുന്ന ഏറ്റവും ആപ്റ്റായിട്ടുള്ള പേരാകുന്നതാണ് ഇപ്പം നമുക്ക് മനസ്സിലാവും. അതെ, പേര് പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻസും ആയിരുന്നു. അപ്പം നിങ്ങളുടെയൊക്കെ ലൊക്കേഷൻ മെമ്മറീസ് ഓർമ്മയുണ്ടോ നിവ്യയ്ക്ക്? കുഞ്ഞായിരുന്നു അല്ലേ? അല്ല, ഓർമ്മയൊക്കെ ഉണ്ട്. കാര്യം അത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അത്രയും എൻജോയ് ചെയ്ത മൂവി വേറെ ഇല്ല. സമ്മർ വെക്കേഷൻ എന്ന് പറയുന്നത് പക്ക വെക്കേഷൻ. എല്ലാവരുടെയും പാരൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് പറഞ്ഞ പോലെ ചേച്ചിയൊക്കെ ഉൾപ്പെടെ, ചേച്ചിയുടെ അമ്മയൊക്കെ ഉൾപ്പെടെയൊക്കെ ദൂരം ഗെയിംസ് ഒക്കെ കളിച്ചിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ അതിൽ പ്രായമൊന്നുമില്ല. ഞങ്ങൾ പിള്ളേരെന്നോ വലിയവരെന്നോ ഒന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് 100% എൻജോയ് ചെയ്ത ഒരു മൂവിയാണ് സമ്മർ ഇൻ ബെത്ലഹേം. എവിടെ നോക്കിയാലും അത് മെമ്മറീസ് ആണ്. എല്ലാ മുക്കിനും മൂലയിലും ഉണ്ട് എനിക്ക് മെമ്മറീസ്. ഈവൻ ആ സ്റ്റെയർ ഉൾപ്പെടെയുണ്ട് മെമ്മറീസ്. നിവ്യയുടെ ക്യാരക്ടർ എന്നെ പെട്ടെന്ന് ആൾക്കാർക്ക് ഇപ്പോൾ തിരിച്ചറിയണമെങ്കിൽ സുരേഷ് ഗോപിയുടെ അടുത്ത് അവൾ പറയുന്നത് വി ഹേറ്റ് യു എന്ന് പറയുന്ന ആ കുട്ടിയാണ്. അതായത് ആ ചെറിയ ഇവർ 5 പേര് വലിയ ആൾക്കാരും അതിൻ്റെ താഴെയുള്ള കുട്ടികളിൽ മൂന്നാമത്തെ ആളാണ് നിവ്യ. അപ്പം ഇന്നത് കാണുമ്പോൾ അതിനേക്കാളും വലിയ മക്കളുള്ള ആളാണ്. അതെ, വി ഹേറ്റ് യു എന്ന് പറയാൻ സാറ് പറഞ്ഞപ്പോഴും ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ, സുരേഷ് ചേട്ടനെ നോക്കി എങ്ങനെ വി ഹേറ്റ് യു പറയും. അപ്പൊ ആദ്യത്തെ ഒരു സ്റ്റെയർ ഇങ്ങനെ കയറി പോകുമ്പോൾ ആദ്യം അൻസു ആണ് ചീത്ത അങ്കിൾ എന്ന് പറയും. അതൊരു 2-3 ടേക്ക് സാർ നമ്മൾ എടുത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞു ആ ടേണിങ് ചെല്ലുമ്പോൾ വേണം നീ വി ഹേറ്റ് യു എന്ന് പറയാൻ. അപ്പോൾ അൻസു 2-3 വട്ടം തെറ്റിച്ചു. അത് കഴിഞ്ഞ് പിന്നെ സാർ എന്നോട് പറയും ഇനി അടുത്തത് നീയാണോ തെറ്റിക്കാൻ പോണേ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ വി ഹേറ്റ് യു എങ്ങനെ പറയും? ശരിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം എങ്ങനെ വി ഹേറ്റ് യു പറയും? കാര്യം സുരേഷ് ചേട്ടനായിട്ടൊക്കെ നല്ല കമ്പനി ആയിട്ട് നിൽക്കുന്ന ടൈമിൽ നമ്മൾ മുഖത്ത് നോക്കി വി ഹേറ്റ് യു എന്നാ പറയേണ്ടത്. അച്ഛാ, സുരേഷ് ചേട്ടനും ആ മോള് അങ്ങനെ പറഞ്ഞതിന്റെ ഫീലിംഗിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു വി ഹേറ്റ് യു സൗണ്ട് ആ ടേണിംഗ് കേൾക്കുന്നത്. ശരിക്കും വിഷമമായിരുന്നു.
പക്ഷെ ഞാൻ പറഞ്ഞു സാർ ഒറ്റ ടേക്കിൽ ഞാൻ അത് ഓക്കെ ആക്കിയതാണ്. ശ്രീജയ്ക്ക് സാറുമായിട്ടുള്ള ഫസ്റ്റ് മൂവി ആയിരുന്നില്ലേ സമ്മർ ഇൻ ബത്ലഹേം? ഇല്ല, എന്നെ സിനിമ ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാറാണ്, കമലതലം എന്ന് പറഞ്ഞ. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. അതെ, ഉറപ്പായിട്ടും സാറിൽ കൂടെയാണ് ഞാൻ സിനിമയിലേക്ക്. അതിന് ഒരുപാട് സന്തോഷം, നന്ദി എല്ലാം ഉണ്ട് സാർ. എപ്പോഴും പലപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്നത് മോനിഷയുടെ ബാക്കിൽ നിന്ന് ഡാൻസ് ചെയ്യണ കുട്ടിയല്ലേ, അതിനകത്ത് ഇങ്ങനെ ക്യാരക്ടറായിട്ടൊന്നും ഇല്ല, പക്ഷെ എന്നാലും അവിടെയാണ് എന്നെ ആൾക്കാരെ നോട്ടീസ് ചെയ്യുന്നത്. അന്ന് ശ്രീജ അവിടെ പഠിക്കുകയാണ്, കലാമണ്ഡലത്തിൽ പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഷൂട്ടിങ്ങിന് ചെന്നപ്പോൾ നമുക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന കുട്ടികൾ തന്നെ അവിടെ മൊത്തം ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ക്ലാസ് റൂമുകളൊക്കെ അവിടെയൊക്കെ പെർഫോം ചെയ്യേണ്ടത് ഡാൻസ് അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ കുട്ടികളെ തന്നെയാണ് നമ്മളതിലേക്ക് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്കൊന്ന് കൂട്ടത്തിൽ ജൂനിയർ ആയിട്ടുള്ള ക്ലാസ്സിൽ പഠിച്ചു സെക്കൻഡ് ഇയർ, ബാക്കി എല്ലാവരും തേർഡ് ഇയേഴ്സ് ആയിരുന്നു. ശ്രീജ മാത്രമാണ് ആ കൂട്ടത്തിലെ ചെറിയ ആൾ. ആ സിനിമ കഴിഞ്ഞ് പിന്നെ ശ്രീജ പൊന്നൽമാടയിലേക്ക് അഭിനയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും എൻ്റെ ഒരു സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധിക്കപ്പെടുന്നൊരു വേഷം ചെയ്തത് സാഗരം സാക്ഷി. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ സാഗരം സാക്ഷിയിൽ മമ്മൂട്ടിയുടെ മകളായിട്ടാണ് ശ്രീജ അഭിനയിച്ചത്. പ്രായമായി കഴിഞ്ഞ് കല്യാണത്തിലേക്ക് മമ്മൂട്ടി വരുന്നത്. അതാണ് ആ സിനിമ തുടങ്ങുന്നത് തന്നെ കന്യാകുമാരിയിൽ മകളുടെ കല്യാണം കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ വരുന്നതാണ്. അയാൾ അവരുടെ ഫാമിലിയൊക്കെ വിട്ടു പോയിട്ടുള്ളൊരു അച്ഛൻ. ആ മകളുടെ ചെറുപ്പം അഭിനയിച്ചത് എൻ്റെ മകളാണ്. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ എൻ്റെ മോള് തന്നെയാണ്, എൻ്റെ മോള് പോലെ തന്നെയാണ് ഇപ്പോൾ ശ്രീജ. എനിക്ക് 1.5 വയസ്സുള്ള എൻ്റെ മോള് വളർന്ന് വലുതാകുന്ന ശ്രീജയാണ് ആ സിനിമയിൽ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഞങ്ങളുടെ റിലേഷൻഷിപ്പിനുണ്ട്. സാറ് പിന്നെ ഒരിക്കലും അങ്ങനെ ഭയങ്കര പേടിപ്പിക്കുന്ന ഡയറക്ടറൊന്നും അല്ല, വളരെ കാമായിട്ട് എന്ത് കാര്യങ്ങളൊഴുകി വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്ന ഒരാളാണ്. അപ്പം നമുക്കതുകൊണ്ട് ഒരു ഭയങ്കര പേടിയൊന്നും സെറ്റിൽ ഉണ്ടാവില്ല. പിന്നെ സമ്മർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു വെക്കേഷൻ ഫീൽ തന്നെയാണ്. എല്ലാവരും പേടി തോന്നുമെങ്കിൽ ആള് കൂളാണ്. പിന്നെ എനിക്കൊക്കെ പേടിയുണ്ടായിരുന്നു സഞ്ജീവേട്ടനായിരുന്നു. സഞ്ജീവേട്ടനാണ് അങ്ങനെ സഞ്ജീവേട്ടൻ അങ്ങനെ വലിയ ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചീത്തൊന്നും പറയില്ല, പക്ഷെ എന്നാലും എനിക്കൊക്കെ കുറച്ചൊരു ഒരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരമായ എനിക്ക് തോന്നുന്നു ഞാൻ മഞ്ജുവിൻ്റെ അമ്മ, എൻ്റെ അമ്മ, അന്നൊക്കെ എല്ലാവരുടെയും പാരൻസ് ഉണ്ടാവും. നമ്മളെല്ലാവരും വൈകുന്നേരം ആ സ്ട്രീറ്റിൽ ഇറങ്ങിയിട്ട് ചാട്ട് കഴിക്കലും അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ നമുക്ക് ആ സിനിമയിൽ. അതിനുശേഷം ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കസിൻ്റെ കല്യാണത്തിന് അവിടെ പോയിരുന്നു സർ, ആ സ്ഥലത്ത് തന്നെ. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നു ഇവിടെയാണ് നമ്മളത് ആണ്. അപ്പോൾ അത് എപ്പോൾ ടി വിയിൽ വന്നാലും ഞങ്ങൾക്കൊക്കെ ഓരോന്ന് അതിനെ പറ്റിയിട്ട് സംസാരിക്കും. ഇപ്പം ഇനിയിപ്പോൾ അടുത്ത ജനറേഷൻ ഇപ്പം എൻ്റെ മോളോടാണെങ്കിൽ ഞാൻ പറയാറുണ്ട് ഈ സമയത്താണ് അത് ചെയ്തത്. അതെല്ലാവർക്കും ഒരുപാട് നല്ല ഓർമ്മകൾ. എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ചെയ്ത ഇത്രയും സിനിമകളിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത സിനിമ അതാണ്. ഒട്ടും സാധാരണ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ടെൻസ്ഡായിരിക്കും. നമ്മൾ അതിൻ്റെ ഒരു ക്രിയേറ്റീവ് സ്പേസിൽ നിൽക്കുമ്പോൾ നമ്മൾ ഭയങ്കര പ്രഷറിലായിരിക്കും. പക്ഷേ ഇതെനിക്ക് ഒരു പ്രഷറും ഇല്ല. ഞാനും ഇവരുടെ കൂടെ തന്നെ ആ ഒരു വെക്കേഷൻ മൂഡിലായിരുന്നു. കാരണം എൻ്റെയും കുടുംബമുണ്ട്, പ്രൊഡ്യൂസർ സിയാദിൻ്റെയും ഭാര്യയും മക്കളും ഉണ്ട്, എൻ്റെ ഭാര്യയും മക്കളും ഉണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് പിന്നെ ഇവരുടെ എല്ലാം പേരൻസ് ഉണ്ട്. അല്ല ഇപ്പോൾ ഈ 11 പേര്, ഈ 11 പേരുടെയും പേരൻസും ഉണ്ട്. അവരുടെ പിന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസറുടെ, ഡയറക്ടറുടെ എല്ലാവരുടെയും ഫാമിലി, അങ്ങനെ വലിയൊരു സെലിബ്രേഷൻ മൂഡാണ്. ഒരു കൂട്ടമുണ്ട് എപ്പോഴും അവിടെ, പിള്ളേരുടെ കലവിലകളുണ്ട്. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന രംഗങ്ങളും ഒക്കെയും ഭയങ്കര രസമല്ലേ, പാട്ടുകളാണ്. ഇത്രയും പാട്ടുകൾ ഷൂട്ട് ചെയ്യുക, ഇവരെല്ലാം ഒരേ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ആ പാട്ടുകളൊക്കെ നിൽക്കുന്നത്. പിന്നെ ചെയ്യുന്നതെല്ലാം തമാശയാണ്. ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള സീനുകളൊന്നും ഇല്ലല്ലോ, ഭയങ്കര കരച്ചിൽ. എൻ്റെ സാധാരണ സിനിമകളിൽ വരുന്ന പോലെ വളരെ ഇമോഷണൽ പാക്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ. ഉള്ളി ടുവേർഡ്സ് എൻഡാണ് മോഹൻലാലിൻ്റെയൊക്കെ സീൻ വരുമ്പോഴാണ് ഒരു ഇമോഷണൽ ഒരു ഇച്ചിരി ഹെവി ആയിട്ടുള്ള സീനൊക്കെ വരുന്നത് അവിടെയാണ്. ബാക്കിയൊക്കെ കുറേ നമുക്ക് അങ്ങനെ നമ്മളെ കരയിപ്പിക്കുന്ന സീനുകളൊന്നും ഇല്ലല്ലോ. ഒരു എൻ്റർടൈനർ എന്ന നിലയിൽ പിന്നെ ഇവരുടെ എല്ലാം ഡ്രസ്സുകൾ കളർഫുള്ളായിട്ട് ഞങ്ങൾക്കൊക്കെ അതായിരുന്നു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഇവർക്കൊക്കെ കൂടെ ഞാൻ ഒരു ചാക്ക് ഡ്രസ്സാണ് മേടിച്ചത്.
അതെ, ഇവരെ ഈ കുട്ടികൾ, ഇവരുടെ വലിയ കുട്ടികളുടെ അല്ല, ചെറിയ കുട്ടികളുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എനിക്ക് ഓർമ്മയുണ്ട്. അതിന് സാർ തല്ലുപിടുത്തം ഉണ്ടാവാറുണ്ട്. സതീശൻ സാറ് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാര്യം ആദ്യം ഒരു ആൾ വരുന്ന ആൾക്ക് അൻസുനി ഡ്രസ്, അപ്പൊ അത് ചിലപ്പോൾ കൃഷ്ണയ്ക്ക് വേണ്ടി വരും. അയ്യോ എനിക്ക് ഈ കളർ മതി, എനിക്ക് ഈ കളറാണ് ഇഷ്ടം. പുള്ളി ഭയങ്കര അടിയല്ല, പക്ഷെ സതീശൻ ചേട്ടൻ തന്നെ അത് മാനേജ് ചെയ്തില്ല. മോളെ മോൾക്ക് ഈ കളറാണ് നല്ലത്, നേരത്തെ സീനിൽ മോള് ഈ കളറായിട്ടത് ഞാനല്ല, സതീഷ് കോസ്റ്റ്യൂമറിന്റെ കാര്യമായിട്ട് പറഞ്ഞത്. അപ്പൊ പുള്ളി ശരിക്കും റിസ്ക് ആണ് പുള്ളിയുടെ ഒരു ഇതില്. ഇതൊക്കെ ഞാനിപ്പോ അറിയുന്ന ബാക്ക് സ്റ്റോറീസ് ആണ്. അല്ല അതൊന്നും അത് പുറത്തേക്ക് പോവില്ല, ആ റൂമിൽ നിന്ന് പുറത്തേക്ക് അത് പോവില്ല. ചേട്ടൻ തന്നെ അവിടെ വെച്ച് എല്ലാവരെയും കൺവിൻസ് ചെയ്ത്, ഞാൻ പൊതുവെ മാറി നിൽക്കും, ഒക്കെ കിട്ടണത് ഓക്കെ, പക്ഷെ അതിനോട് നോക്കും. അപ്പൊ പറയും ഇത് അടുത്ത സീനിൽ ഇടാട്ടോ. ഞാൻ ഒരു ചാക്ക് ഡ്രസ്സ് വർക്ക് മേടിച്ചെന്ന് പറയുന്നത് ലിറ്ററലി ശരിയാണ്. ചെന്നൈയിൽ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ മുമ്പിൽ കൂടെ ഒരാൾ വണ്ടിയിൽ തുണികൾ ഇട്ടുകൊണ്ട് പോകുന്ന ഒരാളായിരുന്നു, ഈ ഉന്തുവണ്ടിയിൽ. കുറച്ച് കഴിയുമ്പോൾ അയാൾ എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു കോർണറിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു മതിലിൻ്റെ മൂലയ്ക്കുള്ളൊരു ഷോപ്പിൽ, ആ ഷോപ്പിൽ അയക്കാൻ നിൽക്കാൻ പറ്റുള്ളൂ, നമുക്ക് പുറത്തുനിന്ന് അത് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ അവിടെ നിന്ന് ചെറിയ കാഷ്വൽ വെയർസുള്ള ഡ്രസ്സ് മേടിക്കുമായിരുന്നു. അപ്പോൾ നല്ല കളക്ഷൻ ഉണ്ട് അയാളുടെ. അപ്പോൾ സതീഷിനെ കൊണ്ട് ഞാൻ കാണിച്ചു പറഞ്ഞു. സതീഷിന് എല്ലാം ഇഷ്ടപ്പെട്ടു. സതീഷ് മേടിച്ചത് 6000 രൂപയ്ക്ക് ഒരു ചാക്കിനകത്ത് നിറച്ചിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ഇന്ന് ആ ഷോപ്പ് മദ്രാസിലെ ഏറ്റവും വലിയൊരു ഷോപ്പായി മാറി കഴിഞ്ഞു. വേവ്സ് എന്ന് പറഞ്ഞൊരു വലിയ ഷോപ്പാണ് ഇപ്പോൾ അത്. അണ്ണാനഗറിലെ അതായത് ഉന്തുവണ്ടിയിൽ നടന്ന ഒരാൾ ഒരു 3 നില വലിയ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ട് മാറി നമ്മുടെ കൺമുമ്പിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ ഡ്രസ്സുകളാണ് ഇവർക്ക്, അതിന് വേണ്ടിയിട്ടാണ് ഇവർ തല്ലു പിടിച്ചിട്ടുള്ളത്. ഇവർക്കൊക്കെ പിന്നെ കുറച്ചുകൂടെ നമ്മൾ ഓരോ ക്യാരക്ടറിനനുസരിച്ച്, ശ്രീജയുടെ ക്യാരക്ടർ കുറച്ചുകൂടെ നാടൻ സ്വഭാവമുള്ള, തിരുവനന്തപുരത്ത് താമസിക്കുന്ന, അങ്ങനെ ഒരു സ്റ്റുഡിയസ് ആയിട്ടുള്ള കുട്ടിയാണ്, മെഡിസിന് പഠിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ. ബാക്കിയുള്ളവരൊക്കെ ഹൈദരാബാദിലും ബാംഗ്ലൂരും ഡൽഹിയിലൊക്കെ ഉള്ള കുട്ടികളായിട്ടാണ് മറ്റേ 3 പേരും വരുന്നത്, 5 ഒഴിച്ചുള്ളവർ. അപ്പോൾ അവർക്കൊക്കെ അതനുസരിച്ചുള്ള അവർ വളർന്ന സിറ്റിയുടെയും അവരുടെ പശ്ചാത്തലത്തിനനുസരിച്ചുള്ള കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള കോസ്റ്റ്യൂംസാണ്. ശ്രീജ വളരെ നാടൻ ഈ സൽവാറും കാര്യങ്ങളും. സാറിന്റെ ചില സിനിമകൾ നോക്കുകയാണെങ്കിൽ ഓഡിയൻസിന് ഒരു വേദന കൊടുക്കാറുണ്ട്. അപ്പൊ അതുപോലെ ഒരു പെയിൻ ഈ സിനിമയിലുണ്ട്, നിരഞ്ജൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അപ്പം ഈ നിരഞ്ജൻ എങ്ങനെയാണ് ലാലേട്ടനെ കാസ്റ്റ് ചെയ്യുന്നത്? അങ്ങനെ അതിലോട്ട് അതൊരു സിനിമ, ഞാൻ പറഞ്ഞ സിനിമയെ ഷൂട്ടിങ്ങും എഴുത്തും ഒരുമിച്ചാണ്. കാരണം പെട്ടെന്നാണ് തമിഴ് ചെയ്യാനിരുന്ന സിനിമ വേറെ റൈറ്ററായിരുന്നു. രഞ്ജിത്തിൻ്റെ കഥ തന്നെയാണെങ്കിലും തമിഴിലെ റൈറ്ററായിരുന്നു. പെട്ടെന്ന് മലയാളത്തിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്തപ്പോൾ രഞ്ജിത്ത് തന്നെ എഴുതേണ്ട സാഹചര്യമുണ്ട്. രഞ്ജിത്താണല്ലോ അതിൻ്റെ കഥയുടെ ആൾ. അപ്പോൾ രഞ്ജിത്ത് പെട്ടെന്ന് ആ തീരുമാനം വന്നപ്പോഴത്തേക്ക് രഞ്ജിത്ത് ഊട്ടിയിൽ വന്നിരുന്ന് അങ്ങോട്ട് എഴുതുകയായിരുന്നു. അതിനിടയ്ക്ക് രഞ്ജിത്തിനൊരു ബാക്ക് പെയിൻ ഉണ്ടായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റാതെയൊക്കെ വന്നു. പിന്നെ ലാസ്റ്റ് മിനിറ്റ് നിർബന്ധിച്ച് ഊട്ടിയിൽ കൊണ്ടുവന്നിട്ട് ആദ്യത്തെ ഒരു 3-4 ദിവസം രഞ്ജിത്തിനെ ഹോട്ടലിലെ ബെഡ് മാറ്റിയിട്ട് പലകക്കട്ടിലിൽ കിടന്നാണ് എഴുതി തുടങ്ങിയത്. ആ സമയത്ത് സ്ക്രിപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവരെല്ലാം എത്തിക്കഴിഞ്ഞു, ഷൂട്ട് തുടങ്ങാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് പാട്ടുകൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ പാട്ട് ഷൂട്ട് ചെയ്തത്. ഒരു കാര്യമുള്ളത്, ആ പാട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ എൻട്രി വരാൻ പറ്റില്ല. ഇവർ വരുന്നതിന് വേണ്ടിയിട്ട് ആ വീട് മുഴുവൻ പെയിൻറ്റ് ചെയ്ത് ഭംഗിയാക്കിക്കൊണ്ടിരിക്കുന്ന ആണ് പാട്ടിനകത്തുള്ള അതിൻ്റെ തീം. അപ്പോൾ ആദ്യമേ ആ പാട്ട് ഷൂട്ട് ചെയ്യണം. അതിന് മുമ്പുള്ള കുറച്ച് സീനുകൾ മാത്രം നമ്മൾ പാട്ടല്ലാതെ സീനായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 3-4 സീനുകൾ അതിന് മുമ്പ്. അത് കഴിഞ്ഞാൽ ഈ പാട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആ പാട്ട് ആദ്യം ഷൂട്ട് ചെയ്ത് നമുക്കൊരു 2-3 ദിവസം സമയം കിട്ടും. അപ്പോഴത്തേക്ക് രഞ്ജിത്ത് കുറേ കൂടെ സീനുകൾ എഴുതി തന്നു. അങ്ങനെ അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ, ഷൂട്ടിങ്ങിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ നിരഞ്ജൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പറ്റി റിവീൽ ചെയ്യുന്നത്. ആ ക്യാരക്ടർ കഥയിലേക്ക് ഫസ്റ്റ് ഹാഫ് വരെ നിരഞ്ജനൊന്നും ഇല്ല, ഇവളെന്താണ് മൂടിയായി നടക്കുന്നതെന്നുള്ള ആൾക്കാർക്ക് അറിയാമല്ലാതെ. ഒരിക്കൽ മദ്രാസിൽ ഈ പ്രിവ്യൂ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇതിൻ്റെ പ്രിവ്യൂ ഇട്ടുമ്പോൾ സരിത എന്ന് പറയുന്ന പഴയ ആക്ട്രസ് ഉണ്ട്. അവരിങ്ങനെ എൻ്റെ വൈഫിൻ്റെ അടുത്തിരുന്നിട്ട് ഇവർക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട്. ഇവർ ചോദിക്കുന്നത് വാട്ട്സ് യുവർ പ്രോബ്ലം, ഷീസ് ക്യാൻസർ, അവർക്ക് ക്യാൻസറാണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുക. കാരണം എന്തോ ഒരു ഇഷ്യൂ ഉള്ള ഒരാളാണെന്ന് ഇൻ്റർവ്യൂവിൽ ആകുമ്പോൾ റിവീൽഡ് ആകുന്നുണ്ട്. അപ്പോൾ ആ എഴുത്തിലും ആ സമയത്താണ് ആ ക്യാരക്ടർ കയറി വരുന്നത്, അങ്ങനെ ഒരു ക്യാരക്ടർ രൂപപ്പെട്ട് വരുന്നത്. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ക്ലൈമാക്സിലേക്ക് ഇങ്ങനെ ഒരാൾ ഉണ്ട്, ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ആ ക്യാരക്ടർ സുരേഷിൻ്റെയും ജയറാമിൻ്റെയും ഒക്കെ ഒരു പോപ്പുലാരിറ്റിക്കോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാർഡത്തിനൊക്കെ മോഡിൽ നിൽക്കുന്ന ഒരാൾ വേണം.
അപ്പോൾ അങ്ങനെ ഒരാളെ കാസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ആലോചനയിൽ നിന്ന് പലരെ ആലോചിച്ചു. ആദ്യം കമലഹാസനെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു, അത് കഴിഞ്ഞ് പിന്നെ രജനീകാന്തിനെ കുറിച്ച് ചിന്തിച്ചു. ഇതൊക്കെ ചിന്തകൾ ചർച്ചകൾ ഇങ്ങനെ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് അവസാനം മോഹൻലാലിലേക്ക് എത്തുന്നത്. അങ്ങനെ ലാലിനെ പോയി. ലാൽ ആ സമയത്ത് ഇവിടെ ബാംഗ്ലൂർ ഒരു ഒരു ട്രീറ്റ്മെൻറ്റിലായിരുന്നു, ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റായിട്ട് ഒരു മാസത്തേക്ക് ചുമ്മാ പുള്ളി ഒരു സുഖചികിത്സ പോലെയൊക്കെ അവിടെയായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയി, ഞാനും രഞ്ജിത്തും കൂടെ പോയി കണ്ടു. പറഞ്ഞപ്പോൾ ലാൽ പറഞ്ഞു, എന്താ നിങ്ങളുടെ സിനിമയില്ലേ, ഞാൻ വരാം. നമ്മൾ 2 ദിവസമാണ് ചോദിച്ചു, പക്ഷെ ഒരു ദിവസം മതിയായിരുന്നു. അങ്ങനെ ലാൽ വരികയായിരുന്നു. അപ്പോൾ ലാലിൻ്റെ അപ്പോഴത്തെ ഒരു അപ്പിയറൻസും എന്നെ വല്ലാതെ ഹെൽപ്പ് ചെയ്തു. കാരണം ലാൽ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് താടിയൊക്കെ വളർത്തി, ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് താടിയൊക്കെ വളർത്തി വളരെ സ്കിന്നൊക്കെ വളരെ സോഫ്റ്റായിട്ട് ഒരു വല്ലാത്തൊരു പയസ് ലുക്കുണ്ട്. ആ ക്യാരക്ടറിന് ചേരുന്ന രീതിയിലുള്ളൊരു ഭയങ്കര ഒരു കാം ഒരു വ്യക്തിത്വമുള്ള ഒരാളായിട്ട് തോന്നിക്കുന്നു നമുക്ക്. അങ്ങനെ അപ്പോൾ ഞാൻ ലാലിൻ്റെ അടുത്ത് പറഞ്ഞു, നേരെ ഈ ചികിത്സ കഴിഞ്ഞാൽ നേരെ താടിയൊന്നും പഠിക്കാതെ അങ്ങ് വന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ലാൽ ചികിത്സ കഴിഞ്ഞ് വന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ഷൂട്ട് ചെയ്തു. അതൊക്കെ ഈ പടത്തെ ഹെൽപ്പ് ചെയ്തു. ആ ലാലിൻ്റെ അപ്പോഴത്തെ അപ്പിയറൻസ്, ആ ഒരു സ്കിൻ ടോൺ, ആ താടി, ഇതൊക്കെ ഭയങ്കര ഒരു സമാധാനം ഉള്ളിലുള്ളൊരു മനുഷ്യനായിട്ടാണ്. അയാൾ മരണത്തെ ഇങ്ങനെ സമാധാനത്തോടെ സ്വീകരിക്കാൻ പോകുന്നതാണ്. അപ്പം ആ ഒരു ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പലപ്പോഴും നമ്മളറിയാതെ ഒരു സിനിമയുടെ, ലാൽ തന്നെ എപ്പോഴും പറയാറുണ്ട്, നല്ലതൊക്കെ എപ്പോഴും സംഭവിക്കുകയാണ്. അങ്ങനെ നല്ല സിനിമകൾ സംഭവിക്കുന്നതിൻ്റെ ഭാഗമാണിത്. എല്ലാ കാര്യങ്ങളും അങ്ങ് ഒത്തുവരികയാണ്. ഇവരെ ഓരോരുത്തരുടെയും കാസ്റ്റിങ്, ഇവരെയൊക്കെ പലരെ അന്വേഷിച്ച് കത്തെത്തി ഓരോളെയും ഹാൻഡ് പിക്ക് ചെയ്യുകയാണ്. പലരെ കണ്ടിൽ നിന്നാണ് ഇവരെയൊക്കെ എടുത്തത്. അവരെല്ലാം നന്നായിരുന്നു. ഓരോരുത്തർ, ഒരാൾ മോശമായി പെട്ടെന്ന് ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ മോശമായി നമുക്കത് പെട്ടെന്നൊരു കല്ലുകടിയായിരുന്നു. പക്ഷേ എല്ലാവരും നന്നായിട്ട് അവരവരുടെ ഭാഗങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് ഇതെല്ലാം ഒത്തുവരികയാണ്. നമ്മൾ മാത്രം നന്നായിട്ട് ചെയ്തിട്ട് കാര്യമില്ല, കൂടെയുള്ളവരെല്ലാം അതേപോലെ നമുക്ക് അവരുടെ ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻസിലേക്ക് തരണം. അതാണ് ഈ സിനിമ. ഇപ്പോൾ മ്യൂസിക് ആയാലും ഫോട്ടോഗ്രാഫി ആയാലും ലിറിക്സ് എല്ലാം കൃത്യമായിട്ട്, ലൊക്കേഷൻസ് എല്ലാം നന്നായിട്ട് ഒത്തുചേരുന്ന നല്ലൊരു കോമ്പിനേഷൻ വന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഇന്നും നമ്മൾക്കിത് കാണണമെന്ന് വീണ്ടും വീണ്ടും കണ്ടവരൊക്കെ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നൊരു സിനിമ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഒരു റീ റിലീസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർ, ഇപ്പം ഞാൻ ഏത് കോളേജിൽ പോയാലും, പ്രത്യേകിച്ച് വിമൻസ് കോളേജിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ ചോദ്യം പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നാണ്, പൂച്ചയെ അയച്ചത് ആരാണ്. അപ്പോൾ ആ ഒരു ചോദ്യം ഇന്നും, അതായത് അന്ന് 27 വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു സിനിമയെക്കുറിച്ചൊരു ക്യാമ്പസിലെ കുട്ടി പോയിക്കൊണ്ട് ആ കുട്ടിക്ക് ഒരു 20 വയസ്സിൻ്റെ അടുത്തായിരിക്കുമല്ലോ. അപ്പോൾ ആ കുട്ടി ജനിക്കുന്നതിന് മുന്നേ വന്നൊരു സിനിമയെക്കുറിച്ച് ആ കുട്ടി പറയണമെങ്കിൽ അത് ആ ജനറേഷനെയും സ്വാധീനിച്ചിട്ടുണ്ട്, ആ സിനിമയും ആ കഥയും ആ പൂച്ചക്കുട്ടിയും വരെ. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി എല്ലാവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഇതൊരു വീണ്ടും ഒരു റീവാച്ചിങ്ങിന് സാധ്യതയുള്ളൊരു സിനിമയാണെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തതും ഈ റീ റിലീസിലേക്ക് വന്നത്. ഈ പൂച്ചക്കുട്ടി ആരുടേതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമോ? എല്ലാവരും ചോദിക്കുന്നുണ്ടത്. അതെ, എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ഒരു ഫൈനൽ ഡിസിഷൻ്റെ എത്തിയില്ല. ഇതിനേക്കാളും മുകളിലുള്ളൊരു കഥ ഉണ്ടാവണമല്ലോ. കാരണം അന്നത്തെ കഥയിൽ അന്നത്തെ റിലേഷൻഷിപ്പ് എല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ജനറേഷൻ, ഇപ്പം അന്നത്തെ ആ തലമുറയിലുണ്ടായിരുന്ന ആൾക്കാർ, ഇപ്പോൾ ഇവരൊക്കെ വന്നു, ഇവരുടെയൊക്കെ മക്കളായിരിക്കും ഇനി ആ സിനിമയിൽ വരണമെങ്കിൽ, അല്ലെങ്കിൽ ഇവരെ ആ സിനിമയിൽ കൊണ്ടുവരുമ്പോൾ ഇവർക്ക് മക്കളുണ്ടാവാം, ഇവർ കല്യാണം കഴിച്ചിട്ടുണ്ടാവാം. ആ ജനറേഷൻ ലൈഫ് വേറെയാണ്. അവർ നമ്മളീ പറയുന്ന പോലെ എന്ത് ജനറേഷൻ എന്നൊക്കെ പറയുക, ജെൻസി എന്നൊക്കെ പറയുന്ന ജനറേഷനാണ്. അവരുടെ ജീവിതവും അവരുടെ വളർച്ചയും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഡിഫറെൻ്റാണ്. അപ്പോൾ അവരുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടൊക്കെ ഡിഫറെൻ്റാണ്. അപ്പോൾ അത്തരത്തിലൊരു കഥയിലേക്കുള്ള എത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പുതിയ കാലത്തിൻ്റെ പുതിയ കുട്ടികളുടെ കഥ പറയുന്നുണ്ട്. അവരും ഈ ജനറേഷൻ ഗ്യാപ്പിലൂടെ ഉണ്ടാകുന്നൊരു ഫ്രിക്ഷൻസ് ഉണ്ട് ഇവർ തമ്മിലൊക്കെ, റിലേഷൻഷിപ്പിലും. അപ്പോൾ അതൊക്കെ അതിലൂടെ അങ്ങനെ കഥയ്ക്ക് സാധ്യതയുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഇതിൻ്റെ മുകളിൽ നിൽക്കണം. പക്ഷേ കാരണം ഇത് അത്രമാത്രം അക്സെപ്റ്റ് ചെയ്യപ്പെട്ട, റിസീവ് ചെയ്യപ്പെട്ട ഒരു സിനിമ ആയതുകൊണ്ട് ഇതിൻ്റെ 2ാം ഭാഗം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോകണം എന്നുള്ളതാണ്. പല സിനിമകൾക്കും 2ാം ഭാഗം വരുമ്പോൾ ആദ്യത്തെ ഭാഗമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ മറ്റേതായിരുന്നു നല്ലതെന്ന് പറയുന്നൊരു രീതി പലപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ ഇത് അതിൻ്റെ മുകളിലേക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ കഥ വരികയാണെങ്കിൽ നമ്മൾ 2ാം ഭാഗം ചെയ്യും. ജയറാമേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുരേഷ് ഗോപി സാർ ചെയ്യാനിരുന്ന ക്യാരക്ടർ ജയറാമേട്ടനും ജയറാമേട്ടൻ ചെയ്യാനിരുന്ന ക്യാരക്ടർ ബിജു മേനോൻ ആണ് ചെയ്യാനിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സാറിന് കാസ്റ്റിംഗിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു തീരുമാനം, വളരെ സീരിയസ് ആയിട്ടുള്ള ആലോചന അങ്ങനെ നടന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളത് ആദ്യം തമിഴിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, തമിഴിൽ സുരേഷ് ഗോപി ചെയ്യേണ്ട റോള് പ്രഭുവും
ജയറാമിൻ്റെ റോള് ജയറാമൻ തന്നെയാണ് കാസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞത് മഞ്ജുവിൻ്റെ റോള് മഞ്ജുവിനെ തന്നെയും കാസ്റ്റ് ചെയ്തു. മഞ്ജു ആദ്യമായിട്ട് തമിഴിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്യുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതിനകത്തൊരു പാട്ട് മഞ്ജുവും പ്രഭുവുമായിട്ട് ഞാൻ ചെന്നൈയിൽ വെച്ച് ഷൂട്ട് ചെയ്യുകയും ചെയ്തു. അത് അവിടെ തമിഴ് സിനിമയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇവർ ഏരിയ വൈസാണ് ഡിസ്ട്രിബ്യൂഷൻസ് നടക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ബിസിനസ് ടാക്ടിക്സ് ആയിട്ട് സിനിമയുടെ ഒരു പൂജ ചെന്നൈയിൽ വെക്കുകയും എന്തെങ്കിലും ഷൂട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഏരിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ അവിടെ വരികയും അവർ ആ പടത്തിൻ്റെ ഏരിയ റൈറ്റ്സ് മേടിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ ആവശ്യപ്പെട്ടത് ചെന്നൈയിൽ വെച്ച് നമുക്ക് നമ്മൾ ഊട്ടിയിലാണ് പടം പൂർണ്ണമായിട്ട് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ചെന്നൈയിൽ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയൊക്കെ ഒന്ന് അവരുടെ പൂജ ഒരു അങ്ങനെ ഒരു സെറിമണി അവിടെ വേണം എന്നുള്ളത് കൊണ്ട് ഒരു പാട്ട് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ സിനിമയിൽ വരാൻ സാധ്യതയുള്ളൊരു പാട്ടെന്ന നിലയിൽ തമിഴിന് വേണ്ടി ഒരു പാട്ട് കമ്പോസ് ചെയ്ത് അതവിടെ ഷൂട്ട് ചെയ്തു. പ്രഭുവും മഞ്ജുവുമായിട്ടുള്ള ആ പാട്ട് ഷൂട്ട് ചെയ്തു. പക്ഷേ പിന്നെ തമിഴ് സിനിമയിൽ മുന്നോട്ട് പോകാതെ വന്നപ്പോഴേക്കും മലയാളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ഒറ്റ കാര്യം ഷിഫ്റ്റ് ചെയ്തുള്ളൂ. സുരേഷിന് പകരം പ്രഭുവിന് പകരം സുരേഷിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ ഉള്ളൂ. മഞ്ജുവിൻ്റെയോ ജയറാമിൻ്റെയോ ക്യാരക്ടേഴ്സിന് മാറ്റം ഉണ്ടായില്ല, അവർ തന്നെയായിരുന്നു. അത് ജയറാം പക്ഷേ തെറ്റിദ്ധരിച്ചായിരിക്കും നമ്മൾ അങ്ങനെ ചിന്തിച്ചു എന്നുള്ളത്. ഇതിലെ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നും എല്ലാവരും കേൾക്കാനും പാടാനും ആഗ്രഹിക്കുന്ന പാട്ടുകളാണ്. അപ്പം സാറിന് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇല്ല, എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മികച്ചാണ്. അത് അങ്ങനെ സംഭവിക്കുക അപൂർവമാണ്. എന്നെ സംബന്ധിച്ചോളം അതിന് തൊട്ട് മുമ്പ് ഞാൻ ചെയ്തത് വിദ്യാസാഗറുമായിട്ട് തന്നെ ചെയ്തത് പ്രണയവർണ്ണങ്ങളാണ്. അതിലെയും 5 പാട്ടുകളും ഒരേപോലെ ഹിറ്റായിരുന്നു. എനിക്കങ്ങനെ ബാക്ക് ടു ബാക്ക് ഒരു 10 ഹിറ്റുകൾ അടുത്ത സിനിമകൾ വിദ്യാസാഗറിൽ തന്നെ കിട്ടി. ഇപ്പം പ്രണയവർണ്ണങ്ങളാണെങ്കിൽ പിന്നെ ആരോ വിരൽ നീട്ടി, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ, പിന്നെ കണ്ണാടി കൂടും കൂട്ടി, എല്ലാം പിന്നെ വരമഞ്ഞളാടിയ എല്ലാം ഹിറ്റുകളാണ് അതിനകത്തെ. അതേപോലെ തന്നെ ഈ സിനിമയിലേക്ക് വന്നപ്പോഴും എത്രയോ ജന്മമായി, ചൂളമടിച്ചു, കൺഫ്യൂഷൻ തീർക്കണേ, സമ്മറിൻ ബദ്ലയും, ഒരു രാത്രി കൂടി 5 ഹിറ്റാണ്. അപ്പോൾ അതിൽ എന്താണ് എല്ലാം ഞാൻ പറയുന്നില്ലേ, എവ്രിതിങ് ഹാപ്പൻസ്, നല്ലതെല്ലാം സംഭവിക്കുകയാണ്. നമ്മൾ പിന്നെ ഇപ്പം സമ്മറിൻ ബദ്ലഹേമിലെ ആ കൺഫ്യൂഷൻ തീർക്കണേ പാട്ടും സമ്മറിൻ ബദ്ലഹേം എന്ന് പറയുന്ന ക്ലൈമാക്സിലെ പാട്ടും കമ്പോസ് ചെയ്യുമ്പോൾ ഞാൻ ഷൂട്ടിങ്ങില്ല. ഷൂട്ടിംഗ് സമയത്താണ് ഈ 2 സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ ഫോണിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഗിരീഷ് പുത്തഞ്ചേരി അങ്ങോട്ട് അയക്കുന്നു, അവരവിടെ ഇരുന്ന് പാട്ട് കമ്പോസ് ചെയ്ത് ട്യൂൺ നമ്മളെ ഫോണിൽ കൂടെ കേൾപ്പിച്ച് നമ്മളിവിടെ നിന്ന് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ റെക്കോർഡ് ചെയ്തിങ്ങ് വരികയാണ്. അപ്പോൾ ഈ പാട്ടുകളൊക്കെ ലൊക്കേഷനിൽ വരുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത്, എന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഈ സമ്മറിൻ ബദ്ലഹേം എന്ന് പറഞ്ഞ ക്ലൈമാക്സ് പാട്ടൊക്കെ ലാസ്റ്റ് മിനിറ്റ് എൻ്റെ എത്തുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ഈ റിലാക്സ്ഡ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് ടെൻഷനല്ല. ഇങ്ങനെ എല്ലാവരും കൂടെ ഒരു വെക്കേഷൻ മൂഡിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഇത്തരം പ്രഷേഴ്സൊന്നും തന്നെ ബാധിക്കാറുണ്ടായിരുന്നു. ഈ ഒരു സിനിമയിലേക്ക് വിളിച്ചപ്പം ആദ്യം മനസ്സിലേക്ക് എന്താണ് വന്നത്? അങ്ങനെ ചോദിച്ചറിയില്ല. 5 നായികമാരിൽ ഒരാളാണെന്ന് അറിയായിരുന്നു പോകുമ്പോൾ. പിന്നെ ഇപ്പോഴത്തെ പോലെ നമ്മൾക്ക് ആ ക്യാരക്ടർ അതിൻ്റെ മുമ്പ് എന്താ പിന്നെന്താ അന്ന് നമ്മൾക്ക് അറിയില്ല. നമ്മൾ വിളിക്കും, പ്രൊഡക്ഷന് വിളിക്കും, ഇങ്ങനൊരു ക്യാരക്ടറാണെന്ന് മാത്രമേ നമ്മൾക്ക് അറിയണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ലൊക്കേഷനിൽ ചെന്ന് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ അറിയാൻ പറ്റുക. അപ്പം ഞാൻ മഞ്ജുവായിട്ട് വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കാരണം ബാക്കി എല്ലാവരും അവിടെ നമ്മൾ ഒരു 1-2 ദിവസം സെറ്റിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അവിടുത്തെ ഒരു ഇതെന്താണെന്നുള്ളത്. എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയി കഴിഞ്ഞാൽ പിന്നെ സീൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അതിൽ ആ ഒരു ഫ്ലോ ഉണ്ടാവും. നമ്മൾക്ക് ആദ്യത്തെ 1-2 ദിവസത്തെ ഒരു ബുദ്ധിമുട്ട് പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെയധികം എന്താ പറയുക എൻജോയ് ചെയ്ത് അങ്ങനെ ചെയ്തൊരു സിനിമ തന്നെയാണ് സമ്മർ. പിന്നെ പ്രത്യേകിച്ച് സോങ്സ് ഒക്കെ പിന്നെ പറയാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ കലാമാസ്റ്റർ ആയിരുന്നു, ബൃന്ദ മാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ എന്നെ സംബന്ധിച്ച് ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ ആയതുകൊണ്ട് എനിക്ക് മറ്റേ ഡാൻസ് പഠിക്കാൻ ഭയങ്കര പാടാണ്. അത് കിട്ടുമില്ല. രഞ്ജേട്ടനെ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറയുകയും ചെയ്തു. അപ്പം എനിക്ക് കലാമാസ്റ്റർ എന്ന് എപ്പോഴും ചീത്തയൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ ഭയങ്കര രസമായിരുന്നു അത്. അപ്പോൾ ഇങ്ങനെ പഠിച്ച് ചെയ്യാം. മഞ്ജുവിന് പെട്ടെന്ന് ക്ലാസിക്കലും മറ്റതും മാറി ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ സ്റ്റക്കായിരിക്കുന്ന ഒരാളാണ്. എനിക്ക് മറ്റതിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു പ്രോസസ്സാണ്. അപ്പം അതൊക്കെ നമ്മൾ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്ന് അതിന്ന് പഠിക്കും എന്നുള്ളതാണ്. എല്ലാം ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ സാറിനെ മാതിരിയുള്ള ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അല്ല, എനിക്ക് മഞ്ജുവും ശ്രീജയുമായിട്ട് നേരത്തെ വർക്ക് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് എനിക്ക് അവരെ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്നില്ല. മറ്റവർ 3 പേരും 3 വലിയ കുട്ടികളിൽ 3 പേരും മലയാളികളല്ല. രസികയായാലും മഞ്ജുളയായാലും
മയൂരി, ഇവരെല്ലാവരും, മയൂരി കന്നഡയാണ്, രസിക തമിഴാണ്, മറ്റേ കുട്ടി മഞ്ജുള തെലുങ്കാണ്. അങ്ങനെ 3 ഇവരൊക്കെ തമിഴ് പടത്തിന് വേണ്ടി നമ്മളൊരു കാസ്റ്റിംഗ് കോൾ നടത്തിയിട്ട് അങ്ങനെ കിട്ടിയത്. ഇവരെ തമിഴിലേക്ക് കാസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇവർ അല്ല, എനിക്ക് തോന്നുന്നു രസിക മാത്രം ലാസ്റ്റ് മിനിറ്റിലാവും ഇതിലേക്ക് വന്നത്. അല്ല, ഇവർ മൂന്ന് സൗത്ത് ഇന്ത്യൻ ഭാഷകളിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ ഒരു പാൻ സൗത്ത് ഇന്ത്യൻ സിനിമയായിട്ട് ഇങ്ങനെ പറയാം. മഞ്ജുളയുടെ ആദ്യത്തെ മൂവിയായിരുന്നു. മഞ്ജുളയുടെ ആദ്യത്തെ മൂവിയാണ്. രസിക എന്തോ 2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ രസിക പിന്നെ കുറച്ചുകൂടെ കുറേ സിനിമകൾ മലയാളത്തിൽ തന്നെ ചെയ്തു, ദിലീപിലൂടെയൊക്കെ ഏതോ സിനിമ. പക്ഷേ അവരെല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഭയങ്കര കമ്പനി. ഇവരെല്ലാവരും ആ സിനിമയ്ക്ക് പറ്റുന്ന രീതിയിൽ ഇവരുടെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പും അങ്ങനെ ഒരു എന്താണ് വളരെ ബോണ്ടിങ് ഉള്ളൊരു, ഇവരെല്ലാവരും കമ്പനി, എല്ലാവരും മക്കൾ കുഞ്ഞുങ്ങളെല്ലാവരും ഞങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. കാര്യം അന്ന് ആരും ഹെൽപ്പ് ചെയ്യാനായിട്ടൊന്നുമില്ല. അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് കൊടുത്ത് ഇംഗ്ലീഷിൽ അവർ തന്നെയാണ് എഴുതി ഡയലോഗ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓടി നടക്കുമല്ലോ. അപ്പോൾ ഇവരെ ഇടയ്ക്ക് വായിക്കുന്ന സമയത്ത് വന്നി ഇതെങ്ങനെയാണ് പറയുന്നത് എന്ന് നമ്മളോട് ചോദിക്കും. അപ്പം നമ്മളത് കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ഡയലോഗൊക്കെ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ആളുണ്ട്. അന്ന് ഞങ്ങളൊക്കെയാണ് അവരെ രസിക ചേച്ചിനെയും മയൂരി ചേച്ചിനെയൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കൂട്ടത്തിൽ മയൂരി രസിക നല്ല ഡാൻസറാണ്. ആ കൂട്ടത്തിലെ ആ 3 പേരിൽ ഏറ്റവും നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നത് ഇവർ 2 പേരും കഴിഞ്ഞാൽ രസികയാണ്. രസിക നല്ല, പ്രത്യേകിച്ച് ഈ പറയുന്ന ഫ്ലെക്സിബിളാണ്. ഈ മോഡേൺ ഡാൻസ് കുറച്ചുകൂടെ നന്നായിട്ട് വളരെ നന്നായിട്ട് ചെയ്യും. മറ്റവരും പക്ഷേ അതിനോട് ഇപ്പം പിടിച്ച് നിന്നു. കാരണം അവരങ്ങനെ പ്രൊഫഷണൽ ഡാൻസേഴ്സ് ഒന്നും അല്ല, എങ്കിൽ പോലും അവർ നന്നായി. പിന്നെ ഇവരെല്ലാവരും കുഞ്ഞുങ്ങളെല്ലാവരും നന്നായിട്ട് ചെയ്തു. മഞ്ജു ചേച്ചി കുതിരയിൽ വീഴുന്ന ഒരു സീനുണ്ട്. അപ്പൊ സാറിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, അതിനൊക്കെ നമ്മുടെ സിനിമയുടേതായിട്ടുള്ള ടെക്നിക്കുണ്ട്. നമ്മൾ സിനിമ മേക്ക് ബിലീഫാണല്ലോ. മഞ്ജു കുതിരയിൽ നിന്ന് നേരെ വീണിട്ടൊന്നുമില്ല. അതിന് നമ്മൾ ചില ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അത് അങ്ങനെയാണ് ഷോട്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കണ്ടറിയാം, വൈറ്റ് ഷോട്ടിലല്ല വീഴുന്നത്. അതൊരു സിനിമാറ്റിക് ടെക്നിക്കാണ്. അത് വീഴുന്നത് അപകടം ഉണ്ടാകാത്ത രീതിയിൽ വീഴുന്ന രീതിയിലാണ് ക്യാമറ വെക്കുന്നത്. ഒരു കുതിരയുടെ മുകളിൽ നിന്നല്ല വീഴുന്നത്. ഇപ്പം യൂട്യൂബിൽ കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ലാലേട്ടൻ്റെ കുറച്ച് സീൻസ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിലീസിന് അത് ഉണ്ടാവുമോ എന്നൊക്കെയുള്ള കമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ സാറിന് എന്താ പറയാനുള്ളത്? അതെ, ലാലിൻ്റെ ഇപ്പം സിനിമയിൽ ഒറ്റ സീനേ ഉള്ളൂ. അത് കൂടാതെ ഒരു സീനും കൂടെ ഉണ്ടായിരുന്നു. ലാലിൻ്റെ ഒരു സീനും കൂടെ ഉള്ളായിരുന്നു. അത് ഒരു എന്താണ് അതിനെപ്പറ്റി പറയുക, ഒരു ഫാൻറ്റസി മൂഡിലുള്ള സിനിമ. അങ്ങനെ ഒരു ആൾ മരിച്ചു കഴിഞ്ഞ ശേഷമുള്ള അയാളുടെ ഒരു സ്പിരിറ്റിൻ്റെ ഇടപെടൽ മഞ്ജുവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ ഒരു സാധനമായിരുന്നു. അത് ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ അതിന് മുമ്പ് ഒരു വലിയ സീനുണ്ട്. ഈ മഞ്ജുവിനെ ഈ വീട്ടുകാരെല്ലാം കൂടെ വന്നിട്ട് ഇവരൊക്കെ അറിയാം സീൻ കൺവിൻസ് ചെയ്യുന്നൊരു സീനുണ്ട്. മഞ്ജു നിരഞ്ജനെ സ്നേഹിച്ചിട്ട് ആമി പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ഡെന്നിസിനെ കല്യാണം കഴിക്കുന്ന ഒരു തീരുമാനമെന്ന് പറയുന്നത് അവിടെ അവൾ ഫെയിൻറ്റ് ചെയ്യുകയാണ്. അവിടെ ശരിക്കും ജയിൽ സീനിൽ അവൾ ഫെയിൻറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ അവളിത് കൺവിൻസ് ആക്കാൻ വേണ്ടി അവളുടെ ചെയ്തതിൽ തെറ്റില്ല, അവളുടെ കുറ്റബോധം മാറ്റുന്ന രീതിയിൽ അവളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു സിനിമ അല്ല ഒരു സീൻ ഇവർ എൻ്റെ ഫാമിലി ജനാർദ്ദൻ ചേട്ടൻ, സുകുമാരി ചേച്ചിയും ഈ കസിൻസും എല്ലാവരും കൂടെ ചേർന്നിട്ട് അവളെ ആ ഒരു കൺവിക്ഷൻ അവൾക്ക് കൊടുക്കുന്ന ഒരു സീനുണ്ട്. അതൊരു 6-7 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു സീനാണ്. അവിടെയും ഇവരും പറഞ്ഞിട്ട് കൺവിൻസ് ആകാതെ അവൾ ഇവരുടെ ഇറങ്ങിപ്പോയി പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു കഴിഞ്ഞാൽ ഇവളൊരു ബെഞ്ചിൽ വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ സൈഡിൽ ലാലിൻ്റെ ഒരു പ്രസൻസ് വരുന്നതായിട്ടുണ്ട്, നിരഞ്ജൻ്റെ. എന്നിട്ട് നിരഞ്ജൻ്റെ ആത്മാവ് അവളോട് സംസാരിക്കുന്നത് പോലെ അവളെ ഫൈനലി അയാളാണ് അവളെ കൺവിൻസ് ചെയ്യുന്നത്. ആ സ്പിരിറ്റാണ് അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, കൺവിൻസ് ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് ഡേ അത് തിയേറ്ററിലുണ്ടായിരുന്നു, എല്ലാ തിയേറ്ററിലും അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്നൈയിലാണ് റിലീസ് ചെയ്യുന്ന ദിവസം. പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ തിയേറ്ററാണ് മൈമൂൺ തിയേറ്റർ. അപ്പോൾ അദ്ദേഹം നൂൺ ഷോ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതേ ലാലിൻ്റെ സീൻ കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ട്. കാരണം ലാൽ അത്രമാത്രം മൊത്തം ആ സിനിമയെ അങ്ങോട്ട് അതുവരെ വന്ന സിനിമയെ ഒറ്റ സീൻ കൊണ്ട് ലാൽ അങ്ങോട്ട് ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ തൂക്കി എന്നൊക്കെ പറയുന്നത് അങ്ങ് പോയി ലാലിൻ്റെ കയ്യിലേക്ക് ആ സിനിമ എത്തിക്കഴിഞ്ഞു. പിന്നെ ലാൽ തൂക്കുമരത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സിനിമയിലുള്ള ആൾക്കാരുടെ ഇൻട്രസ്റ്റ് ഇല്ല. അത്രയും തന്നെ പിന്നെ എത്രയും വേഗം അത് തീർക്കുക എന്നുള്ളതാണ് സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞാലാണ് ഈ 6-7 മിനിറ്റുള്ള ഈ സീൻ വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ലാലിൻ്റെ ആ ഒരു ചെറിയ സീൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ആ 2 സീനൊന്ന് മാറ്റി നോക്കാം, ആൾക്കാർ തിയേറ്ററിൽ ഡിസ്റ്റർബ്ഡ് ആകുന്നത് പുള്ളി ഓഡിയൻസിന് കൂടെ ഇരുന്ന് കണ്ടിട്ട് പറയും.
അപ്പം ഞാൻ പറഞ്ഞു ഇതിനകത്തൊരു പ്രോബ്ലം ഉള്ളത്, മഞ്ജു ജയിലിൽ ഫെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഷോട്ടിൽ തന്നെ മഞ്ജു റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും കൂടെ ഹായ് ആയി ചിരിച്ചിരിക്കുന്നത്. പെട്ടെന്ന് അവിടെ ഒരു ഇമോഷണൽ ജർക്ക് ഉണ്ടാകുന്നുണ്ട് അവിടെ. എങ്ങനെയാണ് ഇത്രയും ഫെയിൻ്റ് ആയുള്ള ആൾ അടുത്ത ഷോട്ടിൽ അങ്ങനെ? അപ്പോൾ ആ ഒരു ലോജിക്ക് എനിക്ക് വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ തിയേറ്ററിൽ മാത്രം അത് കട്ട് ചെയ്യുക, ഈ 2 സീനും കട്ട് ചെയ്യുക, എന്നിട്ട് അടുത്ത ഷോ കാണുക. അപ്പോൾ സ്വന്തം തിയേറ്ററാണ്, അപ്പോൾ തന്നെ കട്ട് ചെയ്ത് അദ്ദേഹത്തിന് അടുത്ത ഷോ കണ്ടു. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ആൾക്കാർക്ക് ഒന്നും വിഷയമല്ല, അയാൾ ഹാപ്പിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഓൾ കേരള കട്ട് ചെയ്യാൻ പറഞ്ഞു. ഇന്നത്തെ പോലെ അല്ല, ഓൾ കേരള അപ്പം തന്നെ നമുക്കിപ്പോൾ ഈ മാനുവലായിട്ട് കട്ട് ചെയ്യും, ഇന്നതൊന്നും പറ്റത്തില്ല. പിന്നെ ഇന്നിപ്പോൾ അത് മറ്റേ ക്യൂബിലും അവരുടെ സിസ്റ്റത്തിലൂടെ നമുക്കത് എഡിറ്റിംഗ്, അതിന് സെൻസറുടെ സർട്ടിഫിക്കറ്റ് വേണം ഇപ്പം, ഡിലീഷൻ വേണമെങ്കിൽ പോലും. അന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ മാറ്റി അത് തോന്നി ആൾക്കാർക്കൊരു വിഷയം. ഞാനും വന്ന് പിന്നെ തിയേറ്ററിൽ കണ്ടപ്പോൾ ആൾക്കാർക്കൊരു വിഷയമില്ല. അവരെ സംബന്ധിച്ചോളം മോഹൻലാലിൻ്റെ ആ സീനിൽ തന്നെ അവർ സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞു. പിന്നെ അതിനുശേഷം അത് അവർ കൺവിൻസ്ഡ്, ഓഡിയൻസ് കൺവിൻസ്ഡാണ്. ക്യാരക്ടറിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പ്രോബ്ലമാണ്. അവർക്കാരും ഒരു പ്രശ്നമില്ല, അത് അങ്ങനെ അങ്ങ് തീർന്നു. അപ്പോൾ ആ 2 സീനുകൾ ഞാൻ ഈ റിലീസിന് സമയത്ത് അത് തിരിച്ച് അതാണല്ലോ ഇനിയിപ്പോൾ ആൾക്കാർക്ക് സിനിമ മുഴുവൻ അറിയാവുന്നതുകൊണ്ട് അത് ഇനി ചേർത്താലും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അതിനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെയും ലാലിനെ ഒരിക്കൽ കൂടി സ്ക്രീനിൽ കാണാൻ പറ്റുക എന്നുള്ളതൊക്കെ നല്ലതാണ്. ഒരു ക്വാളിറ്റി ഇല്ലാത്ത സീൻ വരുമ്പോൾ ആൾക്കാർക്ക് ഡിസ്റ്റർബ് ആകും. അതുകൊണ്ട് പിന്നെ അത് ഒഴിവാക്കി. അല്ലെങ്കിൽ അത് കൊണ്ടുവരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അതൊരു ക്യൂരിയോസിറ്റി. മുമ്പ് ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെട്ട ഒരു സിനിമയിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട 2 സീനുകൾ വീണ്ടും വരുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, അത് കിട്ടിയില്ല. ഇതിൽ കുറേ കോമഡി സീൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഷോർട്ടിനിടയ്ക്ക് സാർ എപ്പോഴെങ്കിലും ചിരിച്ചു പോയിട്ടുണ്ടോ? ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇവർ ഇംപ്രവൈസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് മണി ഇംപ്രവൈസ് ചെയ്യുന്നത് നമ്മൾ ഷോട്ടിൽ റിഹേഴ്സലിലൊക്കെ കാണുന്നതിനപ്പുറത്തേക്ക്. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു സീന്, ഈ മുത്തശ്ശനെ ഇവരെ ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞ് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇവർ മറ്റേ ഔട്ട് ഹൗസിൽ വന്ന് കിടക്കുമ്പോൾ, മണിയുടെ സ്ഥലമാണ് ഔട്ട് ഹൗസ്, മണി അവിടെ സമാധാനമായിട്ട് കിടക്കുന്നിടത്തേക്ക് ഇവർ 2 കൂടെ കയറി വന്നു കഴിഞ്ഞിട്ട് മണിക്കൊരു ബെഞ്ചാണ്, ഇവർ 2 പേരും വന്ന് ഇരുന്നിട്ട് ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മണിയുടെ പുറത്തോട്ട് ഇടുക. മണി കിടക്കുന്നിടത്ത് ഇവർ തമ്മിൽ വഴക്കിൻ്റെ ഇടയിൽ ഈ വലിച്ചെറിയുന്ന ഡ്രസ്സ് മുഴുവൻ മണിയുടെ മേത്തേക്ക് വന്ന് വീഴുക. മണി അവസാനം ഉള്ള ഒരു ഷീറ്റൊക്കെ പുതച്ച് കയറി കിടക്കുമ്പോൾ മണിയുടെ തല ഇതിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്ത് പോയി, ബെഞ്ചിൻ്റെ കൈയുടെ ഇടയിൽ കൂടെ പോയി. അപ്പോൾ എന്തോ പറഞ്ഞു പോകുമ്പോഴത്തേക്കും മണി ചാടി എണ്ണിട്ട് പറയാൻ വരുമ്പോൾ, മണി അത് പ്ലാൻ ചെയ്താൽ, സ്വന്തമായിട്ട് പ്ലാൻ ചെയ്താൽ, മണി ഇതിൻ്റെ കഴുത്ത് ഇവിടെ ഉടക്കി പോകും. തല അപ്പുറത്തോട്ട് ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് ഇടുന്നതുകൊണ്ട് മണി പെട്ടെന്ന് ഡയലോഗ് പറയേണ്ട ചാടിയൊക്കെ മണിയുടെ കഴുത്ത് അവിടെ പെട്ടിട്ട്, അത് ഞാൻ പ്രതീക്ഷിച്ചതല്ല മണി ചെയ്യുമെന്നുള്ളത്. അത് അങ്ങനെ ചില സന്ദർഭങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനും അപ്പുറത്തേക്ക് ഇവരുടെ ഒരു ഇംപ്രവൈസേഷൻ ഉണ്ട്. പക്ഷേ പണിയെ പോലെയൊക്കെ വളരെ ഇന്നോവേറ്റീവായിട്ട് ചെയ്യാൻ ഒരു കഴിവുള്ള ആൾക്കാരുണ്ടല്ലോ. സുരേഷ് കോമഡിയിലകത്ത് അങ്ങനെ വലിയ കോൺട്രിബ്യൂഷൻസ് സുരേഷിനെ ഭാഗത്ത് കിട്ടുന്നില്ലെങ്കിൽ പോലും ജയറാമിന് അത് ചെയ്യും. ജയറാമും മണിയുള്ള കോമ്പിനേഷൻ അത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മണിയുടെ അത് ഈ ജലന്ധറിൻ്റെ സ്പെല്ലിങ് പറയുന്നതാണ്. ക്യൂവിലാണ് തുടങ്ങുന്നത് തന്നെ ജലന്ധറിൻ്റെ സ്പെല്ലിങ്. അല്ല, അങ്ങനെ ഒരു കറക്റ്റായിട്ട് സ്പെല്ലിങ് വാങ്ങിച്ചിട്ട് പിന്നെ എന്തിനാ തല്ലുന്നത് ചോദിക്കുന്നത്. മണിച്ചേട്ടനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? മണിച്ചേട്ടനായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അതുകൂടാണ്ട് നമ്മൾ ഷോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ സമയത്തൊക്കെ മണിച്ചേട്ടനും ജയറാമേട്ടനും ഒക്കെ സെറ്റിലുണ്ടെങ്കിൽ നമ്മൾക്ക് സമയം പോകണം എങ്ങനെയാണെന്ന് അറിയുകയില്ല. കാരണം അവർക്ക് ഒരുപാട് കഥകളുണ്ടാവും പ്രീവിയസ് സെറ്റിലാണെങ്കിലും. പിന്നെ അവർ തന്നെ സാറ് പറഞ്ഞു അവർ കുറേ കഥകൾ അവർ ഉണ്ടാക്കും. അപ്പൊ നമ്മള് ശരിക്കും വിചാരിക്കും ഇതൊക്കെ ഒറിജിനലാണ്. ഇവരെല്ലാം പേടിച്ചു പോയ ഒരു പ്രാങ്ക് ഉണ്ടായിരുന്നു. അതായത് ഈ പ്രൊഡ്യൂസറുടെ തൊട്ടുമുമ്പത്തെ സിനിമ മറവത്തൂർ കനവായിരുന്നു. അപ്പോൾ ഈ നമ്മളുടെ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സിനിമ റിലീസാകുന്നത്. മറവത്തൂർ കനവിൻ്റെ സക്സസ് ആയിട്ട് 2 ആഴ്ച ഇപ്പോൾ ഭയങ്കര ഹിറ്റാകുന്ന പടം എന്നുള്ള ന്യൂസ് വന്നതോടുകൂടി നമ്മുടെ അതേ ലൊക്കേഷനിൽ ഇതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ നടത്താനായിട്ട് അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ലാൽ ജോസ് ഉൾപ്പെടെയുള്ളവരൊക്കെ, മണിയൊക്കെ അതിനകത്ത് അഭിനയിച്ചതാണ്. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ വന്നു. അങ്ങനെ ആ സക്സസ് സെലിബ്രേഷൻ നടക്കുന്ന ഒരു ഈവനിങ്ങാണ്. ഷൂട്ടെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ നമ്മൾ അതേ ലൊക്കേഷനിൽ തന്നെ നമ്മൾ ആ വീട്ടിൻ്റെ പുറത്ത് തന്നെ നമ്മളതിൻ്റെ സെലിബ്രേഷൻ നടക്കുകയാണ്. അപ്പോൾ ഇവർ ജയറാമും ഇവരുടെ പേരൻസുണ്ട്, മക്കളും കുട്ടികളെല്ലാം കൂടെ വലിയൊരു ക്രൗഡുള്ള സമയത്ത് ഇവർ 2 കൂടെ പ്ലാൻ ചെയ്തൊരു പ്രാങ്ക്. ഇവർ തമ്മിൽ പെട്ടെന്ന് വഴക്കാകണം. മണിയും ജയറാമും കൂടെ ഫുഡ് കഴിക്കുന്ന ഇടയിൽ ചുമ്മാ ആരും അറിയാതെ പതുക്കെ അങ്ങോട്ട് അവർ
തുടങ്ങി. എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, സാറേ ഒരു പ്രാങ്ക് നടക്കുകയാണ്, സാറൊന്ന് ഞാൻ ഇടപെട്ടാൽ ചിലപ്പോൾ പിന്നെ അവർക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഞാനത് സ്റ്റോപ്പ് ചെയ്യിച്ചാൽ സാർ ഇടപെടല്, ഞങ്ങളൊരു പ്രാങ്കാണ്, ആരുടെ അറിയത്തില്ല. അങ്ങനെ ഇവർ രണ്ടും കൂടെ ശരിക്കും എന്തോ പറഞ്ഞു വഴക്കായി ഭയങ്കര വഴക്കായി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുമെന്നുള്ള രീതിയിൽ അങ്ങ് നിൽക്കുന്നത്. പെണ്ണുങ്ങളൊക്കെ പേടിക്കുന്നു, കുട്ടികൾ പേടിക്കുന്നു, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനൊന്ന് കാണാത്തോടേക്ക് ഇരിക്കുകയാണ്. ഭയങ്കര വഴക്കായി. ഇപ്പം അടിക്കും, കസേരയൊക്കെ എടുക്കുന്നു, അങ്ങനത്തെ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ പേരൻസ് നമുക്ക് എല്ലാം വീട്ടിൽ പോയി ഇനി പ്രശ്നമാണ്, ഇവരെന്താ കള്ളുപിടിച്ച് വഴക്കായി എന്നൊക്കെയാണ് അവരുടെ വിചാരം. എല്ലാവരും പോകാം, എല്ലാവരും റൂമിലേക്ക് പൊക്കോന്നൊക്കെ പറയുന്നു. പ്രൊഡക്ഷൻ മാനേജർക്ക് പോലും അറിയത്തില്ല എന്താ കാര്യം നടക്കുന്നത്, മൊത്തം കയ്യിൽ നിന്ന് പോയെന്നുള്ളതില്ല. അങ്ങനെ എല്ലാവരും പോകാമെന്നൊക്കെ തീരുമാനിച്ച് അങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇവരത് പ്രാങ്ക് എന്നുള്ളത് റിവീൽ ചെയ്യുന്നത്. ഇത്രയും കൺവിൻസിങ് ആയിട്ട് അത് അവർ ചെയ്തു എന്നുള്ളതാണ്. അവർക്കത് അവരുടെ ഒരു എന്താണ്, അവർ രണ്ടുപേരും അത്തരത്തിൽ സ്റ്റേജിൽ നല്ല രീതിയിൽ ഇത്തരം മിമിക്രികളൊക്കെ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റും. അത് നല്ല എല്ലാവരെയും പേടിപ്പിച്ചൊരു പ്രാങ്കായിരുന്നു. ഇതിന്റെ ടെക്നിക് സൈഡിനെ കുറിച്ചൊന്ന് പറയാമോ? ടെക്നിക്കൽ സൈഡിലെല്ലാം അത് ഞാൻ നേരത്തെ എല്ലാത്തിൻ്റെ ഒരു കറക്റ്റ് കോമ്പിനേഷനിലേക്ക് എത്തുമ്പോഴാണ് ഒരു എന്താണ് അതിൻ്റെ ഒരു പൂർണ്ണത വരുന്നത്. ഇപ്പം ക്യാമറമാൻ വലിയ കോൺട്രിബ്യൂഷനാണ്. ഇപ്പോഴും നമ്മൾ കാണുമ്പോൾ ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ റീപാസ്റ്ററിൻ്റെ ഫൈനൽ വേർഷൻ കണ്ടത്, അന്നത്തെ ക്വാളിറ്റിയുടെ മുകളിൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ അന്ന് ആ ഷൂട്ടിംഗ് സമയത്ത് അദ്ദേഹം കൊടുത്ത കളർ സാച്ചുറേഷനൊക്കെ ഇന്ന് അതിനേക്കാൾ ഇപ്പോഴത്തെ ടെക്നിക്കൽ സാധ്യതകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന് വീണ്ടും എൻഹാൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ അന്ന് ആ ക്വാളിറ്റിയിൽ ആ പിക്ചറൈസ് ചെയ്തത് കൊണ്ടാണ് ഇന്ന് നമുക്കതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നത്. അത് നല്ല കളർഫുള്ളായിട്ട്. ഇപ്പോൾ ആർട്ട് ഡയറക്ടർ ആയാലും ബോബനും ആ സിനിമയ്ക്ക് പറ്റുന്ന ഒരു കളർ, ആ വീടിൻ്റെ കളർ, ഇവരുടെ ഡ്രസ്സുകളുടെ കളറ്, അവിടെ ഉണ്ടായിരുന്ന ആ ഒരു എന്താണ്, അവിടെ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ടാക്കി, അതൊക്കെ എന്ത് മനോഹരമാണ്. ഞാൻ പാട്ടിനകത്തൊക്കെ കുറേ യൂസ് ചെയ്തത്. പിന്നെ ഇവരുടെ ഈ കുതിരകളെ ഇടുന്നൊരു ഏരിയ ഉണ്ട്. അങ്ങനെ എല്ലാം ഒന്നിനൊന്ന് ഒരു ഔട്ട് ഹൗസ് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അതിനെ കുറച്ചുകൂടെ അത് ഷാറുഖ് ഖാൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇട്ടതാണ് ആ ഔട്ട് ഹൗസ്. നമ്മൾ കുച്ചോത്ത ഏതൊരു പടത്തിന് വേണ്ടിയിട്ട് അവിടെ ഇട്ടൊരു സെറ്റാണ്. അതവിടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ യൂസ് ചെയ്യാറ്. പിന്നെ ഈ ഓരോ റൂമുകൾക്കും കൊടുക്കുന്ന ഓരോ റൂമിനും ഓരോ കളറാണ്. ഭിത്തിയിൽ തന്നെ 2-3 കളറുകൾ കൊടുക്കുക. ഈ സിനിമ എങ്ങനെ കളർഫുൾ ആക്കണമോ അത് രീതിയിൽ ആർട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ടായി. കോസ്റ്റ്യൂംസ് എല്ലാം ഇപ്പം നമുക്കറിയാം ഇവരൊക്കെ ഇടുന്നത്, പ്രത്യേകിച്ച് മഞ്ജുവിൻ്റെ പാട്ടിലെ ഒരു രാത്രി കൂടി പാട്ടിലേക്ക് മഞ്ജു തന്നെ നടക്കുമ്പോഴുണ്ടാകുന്ന കോസ്റ്റ്യൂംസൊക്കെ ഇന്നും അപ് ടു ഡേറ്റ് ആണ് അല്ലേ. ഇന്നും അത് റിലവൻ്റ് ആണ്. ആ ചിത്രം കോസ്റ്റ്യൂംസൊക്കെ ഇപ്പോഴും അതിനൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാഷനേ ഇല്ല അതിനകത്ത്. പിന്നെ ഡാൻസുകൾ എല്ലാം നമ്മൾ ഷൂട്ട് ചെയ്ത എൻ്റെ വിഷ്വൽസും ഇപ്പോൾ ചുള പഠിച്ച് വെറുതെ നമ്മൾ ഒരു മല ഇപ്പുറത്ത് കയറുകയാണെങ്കിൽ അടുത്ത മല ഇപ്പുറത്ത് കയറുക, അതിന് ആ പാട്ടുകൾ ഇവരൊക്കെ ഇടുന്ന കോസ്റ്റ്യൂംസ് എല്ലാം ഒന്നിനൊന്ന് നമുക്ക് അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകുക എന്നുള്ളതാണ്. നമുക്കൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഈ സിനിമ ഏത് രീതിയിൽ അത് പിക്ചറൈസ് ചെയ്യണമോ, ഇത് ഏത് ലെവലിലാണ് ഇത് വരേണ്ടതെന്നുള്ള ധാരണ പ്രൊഡ്യൂസർക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ പറയുന്ന എന്തും നമുക്ക് തന്നുകൊണ്ടിരിക്കും. എന്താ നിങ്ങൾ ചെയ്തോളൂ, ഒരു കുഴപ്പം, ഒന്നും വേണ്ട, അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയുന്ന പ്രശ്നമില്ല. അപ്പോൾ അത്തരത്തിൽ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഇതിനകത്തുണ്ട്. ആർട്ട് ഡയറക്ടറും ക്യാമറാമാനും കോസ്റ്റ്യൂമറും എല്ലാവരും ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ സംഭവിച്ചത്. സാറിന് ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? അല്ല, ഇതൊരു എത്ര കണ്ടാലും മതി വരാത്ത സിനിമയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ പറയേണ്ട കാര്യം അവർക്കൊക്കെ അറിയാം. അവരെല്ലാം കാണാൻ കാത്തിരിക്കുക കൂടിയാണ്. ഞാൻ തന്നെ ഇതിപ്പം നമ്മളൊക്കെ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഈ സിനിമ ആവർത്തിച്ച് എത്രയോ തവണ ഞങ്ങളൊക്കെ കാണുന്നത് നമ്മുടെ ഒരു സിനിമ. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ സിനിമയുടെ ഒരു ഫൈനൽ വേർഷനിലേക്ക് എത്തുന്നത്, ഒരു ഫൈനൽ എഡിറ്റിംഗ് കഴിയുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം അത് തന്നെ ഒരു 6-7 തവണ കണ്ട് ഓരോ ഫ്രെയിമും കുറയ്ക്കേണ്ടത് കുറച്ച് ഏറ്റവും അതിൻ്റെ ഫൈനൽ ഫോമിലാണ് ഞാൻ വിടുന്നത്. ഞാൻ തന്നെയാണ് അതിനകത്ത് ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടാണ് അതിൻ്റെ ഓരോ ഫ്രെയിമും തീരുമാനിക്കുന്നത്. അതെൻ്റെ ഒരു നിർബന്ധമാണ്. അപ്പോൾ ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ കണ്ട് അതിൻ്റെ ആറ്റിക്കുറുക്കി എടുക്കുന്നതാണ് ചെയ്യുന്നത്. എല്ലാ സിനിമകൾക്കും അതുതന്നെയാണ് ഇതും. അപ്പോൾ നമ്മൾ അത്രയും പ്രാവശ്യം ഇത് കാണുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ബോറടിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഈ റീമാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു 4-5 തവണ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എനിക്കതിനകത്ത് ഒരു കുറവ്. അപ്പോൾ ഞാൻ ചെറിയ ഡിലീഷൻസ് അന്ന് ചെയ്തപ്പോൾ ഇന്ന് ഇതില്ലേലും കുഴപ്പമില്ല, ഇന്ന് അതില്ലേലും കുഴപ്പമില്ല, ചിലപ്പോൾ ചില സ്പൂൺ ഫീഡിംഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ അങ്ങനെ ഒഴിവാക്കി ഒരു 2-3 മിനിറ്റ് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിനെ കുറച്ചിട്ടുണ്ട്. അല്ലാതെ മേജർ സീൻസ് ഒന്നുമില്ല, ഇതില്ലേലും കുഴപ്പമില്ല. കുറച്ചുകൂടെ ഫാസ്റ്റായി ഇപ്പോഴത്തെ കാലത്ത് കുറച്ചുകൂടെ സ്പീഡിൽ കാര്യങ്ങൾ ഒരു 3-4 മിനിറ്റ് ആയിരിക്കും ഞാൻ അതിനകത്ത് ആ പടം ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എനിക്കും ഇത്രയും തവണ കണ്ടിട്ടും ബോറടിക്കാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ
ഇത് യൂട്യൂബിൽ അവിടെ ഇവിടെയൊക്കെ പല പ്രാവശ്യം കണ്ടിട്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം തീർച്ചയായിട്ടും ഇതൊരു, പ്രത്യേകിച്ച് ഈ ഒരു വെക്കേഷൻ ടൈമാണ്, ക്രിസ്മസ് അവധി, സമ്മറിൻ ബദ്ലഹേം ഇപ്പോൾ വിൻ്ററിൽ കാണാൻ പോവുകയാണ്. എന്നോട് ഇപ്പോൾ ഈ നമ്മുടെ ഈ പ്രോഗ്രാം വന്നതിന് ശേഷം എല്ലാവരും പറയുന്നുണ്ട്, അവർ വിലയിരുത്തുന്നുണ്ട്, പണ്ടത്തേലും ക്ലാരിറ്റി കൂടിയിട്ടുണ്ട്, പിക്ചേഴ്സ് എല്ലാം, വീഡിയോസ് ആയാലും പാട്ടുകളായാലും. ഇപ്പോൾ ഒന്നുകൂടി കാണാൻ അവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. നമ്മളെക്കാൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് അവർക്കാണ് ഉള്ളതായിട്ടാണ് എന്നോട് പറയുന്നത്. ഇപ്പം എൻ്റെ മോള് വരെ പറയും, അമ്മേ ആ സീൻ അന്ന് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന സീൻ ഒന്ന് കാണിച്ചു തരുമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് തിയേറ്ററിൽ പോയി കാണാം. ശരിയാമ്മ, തിയേറ്ററിൽ പോയി കാണാം, ഫോണിൽ കാണണേലും ടി വിയിൽ കാണണേലും ബിഗ് സ്ക്രീനിൽ കാണാം എന്നാണ് എൻ്റെ മോള് വരെ പറയുന്നത്. അപ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എല്ലാവരും പോരാ December 12th. ഞാനും സിനിമ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം. താങ്ക് യു. താങ്ക് യു.